നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, ഞാൻ വീണ്ടും പറയുക, ഈശ്വരമംഗലത്തുനിന്ന് പിണങ്ങി മോൻ ഇവിടെ ഒന്ന് നിൽക്കുന്നത് ശരിയല്ല. അങ്കിള് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന്, അത് ഇഷ്ടമല്ലാന്ന് അല്ലേ? ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മോന് എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. പക്ഷേ അത് ഈശ്വരമംഗലത്തുനിന്ന് പിണങ്ങി നിന്നിട്ടാവരുത്. മരുമകൻ ഭാര്യ വീട്ടിൽ താമസിക്കാൻ വരേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടാവരുത്. അതൊരു നല്ല ആണിന് യോജിച്ച ഏർപ്പാടല്ല. ഇവളെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചിട്ടുള്ള പ്രണവിന്റെ യാത്രയുണ്ടല്ലോ, അത് നാശത്തിലേക്കാ. ദയവ് ചെയ്ത് മോൻ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു പോണം. മതി, നിർത്ത്. ഈ വീട്ടിലേക്ക് വന്നേറി എനിക്ക് ഇങ്ങനെ തന്നെ വേണം. വേണ്ട രീതിയിൽ തന്നെ എന്നെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും കണക്കാ, എന്റെ അമ്മയും ചേട്ടനും നിങ്ങളെല്ലാരും കണക്കാ. ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. വാ, ഇറങ്ങ്. വാ, നമുക്കിറങ്ങാം. പോവല്ലേ മോനെ? അഭയം തേടി വന്ന മോളെയും ഭർത്താവിനെയാണ് നിങ്ങൾ അപമാനിച്ചിറക്കി വിടാൻ പോകുന്നത്. മാറി നിൽക്കടി അങ്ങോട്ട്. അയ്യോ, നോക്കൂ പ്രണവേ, ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ഈശ്വരമംഗലത്തേക്ക് തിരികെ പോ. പക്ഷെ അത് ഇവളുടെ കൈ പിടിച്ചുകൊണ്ട് ആവുകയും ചെയ്യരുത്. അയ്യോ, ഇനിയും വലിയ ഉപദേശമൊന്നും വേണ്ട. എന്ത് ചെയ്യണോന്ന് എങ്ങോട്ട് പോണോന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുള്ള ആണത്തൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഇനി നിങ്ങളിവിടെ നിൽക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ല. വാ ശിവാനി, എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വാടി ഇങ്ങോട്ട്. മോളെ മോളെ ഞാൻ പറയുന്നേക്ക്. മോളെ നിക്ക്, മോളെ പറയട്ടെ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. പോവല്ലേ, പറയുന്നത് കേക്ക്. നമ്മളിവിടെ വന്നത് തന്നെ അബദ്ധമായി. ഉമ്മാരി ആന്റി, മോളെ ഒന്ന് പറ മോളെ. അയ്യോ, ഓലെന്ന് പറയട്ടെ. കേറ് കേറ്. പ്രണവേ, ഞാൻ പറഞ്ഞത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. തൽക്കാലം ഇത്രയും നന്മ മതി എനിക്ക്. ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ എനിക്കറിയാൻ ചെയ്യാൻ കേട്ടോ. കേറ് കേറ്. വണ്ടി കേറോ. മോനെ പോവല്ലേ, പോവല്ലേ. ഞങ്ങള് ജീവിച്ച് കാണിച്ചു തരാം. വന്ന് കേറിയ മോളെയും മരുമകനെ ആട്ടി ഇറക്കി വിട്ടപ്പോ സമാധാനമായല്ലോ നിങ്ങൾക്ക്? അവളോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ആ പാവം ചെറുക്കന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവൻ തിരികെ ഈശ്വരമംഗലത്തേക്ക് കയറണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവനെ തിരിച്ചയക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. സാരമില്ല, വേറെ എവിടെ പോകാനാ നിന്റെ മോള്? ഇങ്ങോട്ട് തന്നെ വരും. അവൻ ഈശ്വരമംഗലത്തേക്കും പോകും, എനിക്ക് ഉറപ്പുണ്ട്. അമ്മ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കിടന്ന കിടപ്പിന്ന് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഒരു വക കുടിക്കുന്നത് പോലുമില്ല. ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തത് അവിടെ തന്നെ ഇരിപ്പുണ്ട്. പറയാനല്ലേ പറ്റൂ, എന്ത് ചെയ്യാനാ? പ്രണവ് തിരികെ വരാതെ അമ്മയുടെ സങ്കടം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനിത് അവളെയും പിടിച്ചുകൊണ്ട് എങ്ങോട്ടായിരിക്കും പോയത്? എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. വേറെ എവിടേക്ക് പോവാനാ ഗൗതം? നേരെ വീട്ടിലേക്ക് തന്നെയായിരിക്കും പോയത്. ആരെ വിളിച്ചു നോക്കിയാലൊന്ന് അറിയാൻ പറ്റും. അങ്കിളിനെ തന്നെ വിളിച്ചാലോ? ആ, ഞാൻ വിളിക്കാം. ആ, ഹലോ മോളെ, സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോ ശിവാനിയും പ്രണവും അവിടേക്ക് തന്നെ വന്നല്ലേ? വന്നിരുന്നു.
പക്ഷേ എന്താ നിങ്ങളെ ഒരു പക്ഷേ? ഫോൺ അവൻ്റെ കയ്യിലൊന്ന് കൊടുക്കുവോ? എനിക്കൊന്ന് സംസാരിക്കണം. ഗൗതം, അവരിപ്പോ ഇവിടെ ഇല്ല. ഇല്ലെന്ന് പറഞ്ഞാ പിന്നെ അവരെവിടെ പോയി? അവരിവിടെ വന്നപ്പോ നടന്നത് എന്താണെന്ന് ഞാൻ പറയാം.